ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ കണ്ടാലോ. പതിവിന് വിപരീതമായിട്ട് ഇന്നിവിടെ കറണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചോറ് വയ്ക്കാനായിട്ട് ഇൻഡക്ഷനാണ് വെച്ചേക്കുന്നത്. ഇന്നിവിടെ ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇക്കാക്ക് ഞാൻ ഇതുപോലെ കൈകൊണ്ട് അരിയുന്ന തോരനുകളാണ് ഇഷ്ടം. പയറ്, ബീൻസ്, അവരക്കായ് അങ്ങനെയുള്ള ചോപ്പറിലിടുന്ന സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ പണിയെടുക്കാതെ കിച്ചണിൽ കുക്ക് ചെയ്യേണ്ടെന്നായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ബീൻസ് തോരനുള്ള സവാളയും ബീൻസൊക്കെ അരിഞ്ഞെടുത്തിട്ട് അത് പെട്ടെന്ന് അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ മഷ്റൂം മസാലക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 2 പാക്കറ്റ് മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ചതച്ച് കിട്ടുന്ന പാക്കറ്റ് വാങ്ങിയതാണ്. ഇത് വൻ ദുരന്തമാണ് ഗായ്സ്. ആ ഏരിയ മൊത്തം തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ പെട്ടെന്ന് തിരികെ എടുത്തിട്ടുണ്ട്. തിരികിയപ്പോൾ തേങ്ങ കുറച്ചൊന്ന് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ലാന്ന് കരുതി ഞാൻ അത്രയും തേങ്ങ അങ്ങ് ബീൻസ് തോരനിട്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ വില വെച്ചിട്ട് ഇത്രയും തേങ്ങ ഇട്ടുന്നത് ഒരു കടുകൈ ആയിപ്പോയി. പോട്ടെ. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ പച്ച മണമൊക്കെ മാറ്റി ഈ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണേ. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയിലെ ആ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ കേട്ടോ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, ബാക്കി മഷ്റൂമിൽ നിന്ന് വെള്ളം ഓൾറെഡി ഇറങ്ങിക്കോളും. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എല്ലാ വെളുത്ത അടുക്കളയുടെയും ഒരു ഇരുണ്ട ഭാഗമാണ് ഗായ്സ് ഈ പാത്രം കഴുകുന്ന ഏരിയ. അവിടെ നമ്മളെ കാത്ത് ഇതുപോലെ ഒത്തിരി പാത്രങ്ങൾ കിടപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം അതാത് സ്ഥാനത്ത് അപ്പോൾ തന്നെ പറക്കി വെക്കുകയാണ്. ഇന്ന് വൈകിട്ട് എനിക്കൊരു പ്രോഗ്രാമുണ്ട്, അതുകൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്യാൻ പിന്നീട് സമയം കിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മഷ്റൂം മസാല ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് 2 ചപ്പാത്തി ഉണ്ടാക്കുന്ന അങ്കപ്പാടാണ് നിങ്ങളീ കാണുന്നത്. ഇന്ന് എനിക്ക് മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ റൊട്ടി മേക്കറൊന്നും എടുത്തിട്ടില്ല. കൈ കൊണ്ട് പരത്തി പെട്ടെന്ന് ചുട്ടെടുത്ത് കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇന്ന് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കേണ്ട, കട്ടടിക്കുക എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആദ്യം വന്ന് ഇക്ക ചോദിച്ചത് മുട്ട ഓംലെറ്റാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഈ സാരിയിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. കുറേ കാലത്തിന് ശേഷം സാരി എടുക്കുന്നത്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.